ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ദാ ഈ ബസ്സിൽ കയറി ഒരു ഗ്യാങ് ഹൗസ് കാണാനായിട്ട് പോവാണ്. നമ്മുടെ മച്ചാൻ്റെ ഗ്യാങ് ഹൗസിലോട്ടാണ്. അപ്പം മച്ചാൻ്റെ ക്രിയേറ്റിവിറ്റിയും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ചു. ബസ് എന്തായാലും പൊളിച്ചു കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. RBA എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ. ഇങ്ങനെയാണ് വ്യൂ. നമുക്ക് ബാക്കിലിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഫ്രണ്ടിലിരുന്ന് നോക്കിയാലോ. മച്ചാൻ ബസ് എടുത്ത് കഴിഞ്ഞല്ലോ. നമുക്ക് നോക്കി നോക്കാം ഇറങ്ങി. ഏയ് മച്ചാൻ ഓടിപ്പോയി. മച്ചാൻ നില്ല്, ഞാൻ പറഞ്ഞു മച്ചാനെ. അയ്യോ, മച്ചാൻ അറിഞ്ഞില്ലെന്നോണ് ഞാൻ. അറിഞ്ഞറിഞ്ഞ കേട്ടാ. റിവേഴ്സ് എടുത്തൊക്കെ കാണും. അയ്യോ, എന്നാൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് മച്ചാൻ, എനിക്ക് എന്താ കയറാൻ പറ്റാത്തത്? ഡ്രൈവർ സീറ്റ് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും, വേറെ ഒരു വഴിയില്ല. അപ്പോൾ ലേറ്റ് ആകുന്നില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. മച്ചാനാണ് ഡ്രൈവ് ചെയ്യണത്. നമുക്കങ്ങോട്ട് ഇരിക്കാം. വ്ളോഗ് ചെയ്യാൻ പറ്റിയ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ബാക്ക് സീറ്റാണിത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളവിടെ സ്ഥലത്തെത്തട്ട് ഗൈസ്. ഏത് വഴി എന്നാണ് മനസ്സിലാവാത്തത്. സിറ്റി വണ്ണാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈവേ ഒക്കെ ഉണ്ട്. മച്ചാൻ ഉണ്ടാക്കിയതാണോ? ഞാൻ ഈ വഴിയൊന്നും കണ്ടിട്ടില്ലല്ലേ. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കും. വേറെ ആരുമില്ല ബസ്സിൽ. കുറച്ചും കൂടെ ആൾക്കാർ വിളിക്കായിരുന്നു. ഇത് നമ്മളെ സിറ്റി വണ്ണല്ലേ? ഇത് ഏത് വഴിയാണ്? സിറ്റി വണ്ണാണ് കേട്ടോ. നമ്മളെ സിറ്റി വണ്ണാണ്. നമ്മളെ എയർപോർട്ടിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ പോണത്. അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അവിടെ കൂടെയാണ് ഇപ്പോൾ പോണത്. ഇതാണ് ബസ്സിൻ്റെ ലുക്ക്. RB ഫ്രണ്ട് നല്ല രസമുണ്ട്. എല്ലാ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡ് അത്യാവശ്യം കൊള്ളാം കേട്ടോ. തീരെ അങ്ങ് ഓവർ ആക്കിയിട്ടില്ല. അത്യാവശ്യം കൊള്ളാം. എന്നിട്ട് സൈഡിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു വണ്ടിയുടെ ഫോട്ടോ അങ്ങ് എടുത്താലേ. മച്ചാൻ നിൽക്കൂ, ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടുക. ഇത് ഗേറ്റാ. ഓക്കെ, അത് നല്ലത്. ബസ് ഇപ്പോൾ നിർത്ത്. നമുക്കൊരു ഫോട്ടോ അങ്ങ് എടുത്തിട്ട് പോവാം. ബസ് ഇങ്ങനെ കയറി വന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്തിനാണ് സൈഡിൽ എഴുതിയിരിക്കുന്നത്? അതൊന്ന് വായിച്ച് നോക്കണമല്ലോ. ഇത് നമ്മൾ ഓഫീസ് വെച്ച അടുത്ത് തന്നെയാണ്. അങ്ങോട്ടെന്താ കാണാൻ പറ്റുന്നത്? ബർഗർ ഷോപ്പാ, ഹോട്ടലാണെന്നോ കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കാണാം എന്താണെന്ന്. സൈഡിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ബസ്സിൻ്റെ. എന്തെന്ന് എന്തൊരു വഴിയാണ്. എന്തായാലും ബസ് നല്ല രസമുണ്ട്. നമുക്കൊരു ബസ് വാങ്ങിച്ചു വെച്ചാലേ, നമ്മൾ ഓഫീസിന് വേണ്ടി ഇപ്പോഴത്തെ ബസ് നോക്കാം. നമുക്ക് ബസ് സെറ്റാക്കാം. ബസ് കിട്ടുമോ നോക്കട്ടെ. എന്തായാലും നമ്മൾ എത്താറായി. ഇവിടെ എന്ത് ബർഗറാണ്? ബർഗർ ഹോട്ടലാണെന്ന് തോന്നുന്നു. നമ്മൾ ഓഫീസ് വെച്ചടുത്ത് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. മച്ചാൻ എവിടെ പോണ്? ബർഗർ ഷോപ്പ് അല്ലേ? അവിടെ അല്ലേ? അവിടെയും കാണിക്കണമല്ലോ. ഓ ഗൈസ്, അവിടത്തെ വീടാ. ഏ, ഒരു ഗാങ് ഹൗസ്. ഇപ്പോൾ മറ്റേത് ഹോട്ടലാണെന്ന് തോന്നുന്നു. എന്താ ഫോണ്? ഇറങ്ങാനാണ്? ഗേറ്റ് തുറക്കാനാണ്? ഞാൻ നോക്കി നോക്കാം. ഗേറ്റ് തുറന്നിട്ട് വരാം. സെക്യൂരിറ്റി ഒന്നുമില്ല ഇവിടെ. ഗാങ് ഹൗസിൽ സെക്യൂരിറ്റി ഇല്ല. ഒന്ന് ഗേറ്റ് അങ്ങ് തുറക്കാം. ഗേറ്റ് അങ്ങ് തുറന്നിട്ടുണ്ട്. എന്താ അങ്ങോട്ട് പോകണം? രണ്ട് വഴിയുണ്ടോ ഇവിടെ? ഇവിടെ നിൽക്കാൻ? ഞാൻ ഇവിടെ നിൽക്കാൻ? ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങണോ? ഇറങ്ങാൻ? ഓക്കെ ഓക്കെ, മറ്റേ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങോട്ട് പോകണം? എനിക്ക് തോന്നുന്നു അവിടെ പാർക്കിംഗ് ആയിരിക്കും. ബസ് പാർക്കിംഗ് അങ്ങോട്ടായിരിക്കും. അപ്പം നമുക്ക് ഡ്രോൺ വെച്ച് അങ്ങ് നോക്കാം. മച്ചാനൊന്നും അറിയില്ല. നമുക്ക് ഡ്രോൺ വെച്ച് നോക്കാം. മച്ചാനവിടെ നിൽക്കാമല്ലോ. നമ്മൾ ഡ്രോൺ ഉണ്ടല്ലോ. അങ്ങ് ദൂരെയാണ് കേട്ടോ. ഓഹോ, ഇത്രയും വലിയ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അവിടെ എന്താ ചെറിയൊരു കട പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റേജ്, എന്തൊക്കെ സംഭവങ്ങളവിടെ ഉണ്ട്. നമുക്ക് മച്ചാൻ കാണിക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇവിടെ പിന്നെ RBA എന്ന് പറഞ്ഞ വലിയൊരു ഗ്യാങ് ഹൗസ് സംഭവമാണ്. ഗ്യാങ് ഹൗസ് ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ എടുത്ത്.
ചില മച്ചാൻ വരുമ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞു തരും. ഇത് അങ്ങ് ഓടി വരുന്നുണ്ട്. ഇപ്പം മച്ചാൻ വരട്ട്. മച്ചാൻ എന്തായാലും ഈ വഴി കൂടെ അല്ലേ വരൂ? അല്ല, ആ വഴി കൂടെ എങ്ങനെ മച്ചാൻ പറഞ്ഞു? എൻ്റെ സംശയമല്ല. ഇവിടെ ഗേറ്റ് വെച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ മാത്രം ഗേറ്റ് വെച്ചിട്ട് എന്തിനാണ്? അപ്പുറത്തുനിന്ന് കൂടെ ബാക്കി കൂടെ കറങ്ങി വരാമല്ലോ. ഏ എന്തായാലും ആവട്ടെ, നമുക്ക് ഗേറ്റ് അടയ്ക്കാം. മച്ചാൻ ഓടി വരൂ. അപ്പം നമ്മളെ മച്ചാൻ അങ്ങനെ നമുക്ക് വീടല്ല, ഗ്യാങ് ഹൗസ് കാണിക്കാൻ പോവാണ്. മച്ചാൻ തന്നെയാണ് കാണിച്ചത്. നിങ്ങൾ ഇവിടെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കും, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഗൈസ്, ഇതാണ് RBA. നമുക്ക് കയറാം. ഓക്കെ, വലിയ അത്യാവശ്യം സൈസുള്ള ഗേറ്റാണ്, ഡോറാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ RBA എഴുതിയിട്ടുണ്ട്. എന്താ സോഫ? ഒരു കട്ടിലൊക്കെ ഉണ്ടല്ലോ. ഇതെന്താണ്? ഗെയിമിങ് അല്ല, ഓഫീസ് വർക്കൊക്കെ ചെയ്യാനുള്ളതായിരിക്കും. ഓഫീസ്. പിന്നെ അവിടെ ഒരു ഫൗണ്ടൈൻ. പിന്നെ ഇവിടെ ഒരു ഓഫീസ്. ഇവിടെ നമുക്ക് നമ്മളെ റിസപ്ഷൻ ഹാള് പോലെ കുറച്ചും കൂടെ സോഫകളൊക്കെ ഇട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ലാപ്ടോപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ എന്തോന്നാണ്? ഇവിടെ എന്തോ ഷൂ ഒക്കെ വയ്ക്കാനാണ്. ഷൂ ഇവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്തോ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്, ജ്യൂസ് എടുക്കാൻ, ഫുഡ് അടിക്കാൻ. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഫൗണ്ടൈൻ. ഇതിൻ്റെ അകത്ത് ഫൗണ്ടൈൻ സെറ്റ് ചെയ്യപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുമോ? കുറച്ച് പൊക്കം കുറവായിരുന്നു, കയറായിരുന്നു ഫൗണ്ടൈന്. കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രസം. ഇതെന്താണ്? എന്താണ് ഈ സോഫ മാത്രം ഇവിടെ ഇട്ടേക്കണത്? എന്തരവാണ് ഗൈസ്? ചിലപ്പം ഇനി എവിടെയും സെറ്റ് ചെയ്യാനുള്ള സാധനമായിട്ടായിരിക്കും. എന്താണ് ഇവിടെയും സോഫ? എന്താണ് മച്ചാനെ? ബ്ലൂം ഓണാക്ക്. ഓക്കെ, ബ്ലൂം ഓണാക്കണോ? അപ്പം എന്ത് സംഭവിക്കും നോക്കാം നമുക്ക്. ബ്ലൂം ഓണാക്കാം. സെറ്റിങ്സിൽ ഓണാക്കിയിട്ടുണ്ട്. എന്താണ് മച്ചാൻ ഇവിടെ നടക്കാൻ പോണത്? പറയൂ. നമ്മളെ സ്ക്രീനും ലൈറ്റ് പോലെ സംഭവം TV ആണ് കേട്ടോ. ബ്ലൂം ഓഫ് ആക്കുമ്പോൾ വലിയ ഇതില്ല, പക്ഷെ ബ്ലൂം ഓൺ ആക്കുമ്പോൾ ചെറിയൊരു ലൈറ്റ്നിങ് എഫക്റ്റ് ഉണ്ട്. അത് കത്തും, ലൈറ്റ് കത്തും കേട്ടോ. നമുക്ക് TV ആണെന്നാണ് ഉദ്ദേശിച്ചത്, എന്തോ സ്ക്രീനാണ് ഉദ്ദേശിച്ചത്. എന്തായാലും കൊള്ളാം കേട്ടോ പരിപാടി. അപ്പോൾ ഞാൻ ബ്ലൂം ഓൺ ആക്കാത്തതാണ് ലൈറ്റുകളൊക്കെ കത്താത്തത്. എന്തോ എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് കമൻറ്റ് കേസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഇതുപോലെ വല്ല വീടോ എന്തെങ്കിലും ഗ്യാങ് ഹൗസോ ഓഫീസോ എല്ലാം കാണിക്കുകയുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി എങ്ങോട്ടാണ് മച്ചാനെ? ഇതെങ്ങോട്ട് പോണ്? കുറേ ദൂരം ഉണ്ടല്ലോ. ഇവിടെ എന്തോന്ന്? ഇതെന്തോന്ന്? പ്രതിമയോ? ഇതാരോ? എനിക്ക് മനസ്സിലായില്ല. കൊള്ളാം. പക്ഷേ ആരുമാണ്? എന്തായാലും ഒരു സല്യൂട്ട് അങ്ങ് അടിച്ചാലോ. എന്നാ സല്യൂട്ട്. നേരെ ഒരു സല്യൂട്ട് അടിക്കാം. സല്യൂട്ട്. ലെഫ്റ്റ് റൈറ്റ്. എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ കാണിച്ചിട്ട് ആ ബസ്സിലോട്ട് പോവാം. ഇവിടെ കാർ പോർച്ച് സെറ്റ് ചെയ്തില്ലേ? കാർ വെക്കാനാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത്. ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുക. ഈ സാധനം ആദ്യം ഇല്ലായിരുന്നു, ഇതിപ്പം സെറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. മച്ചാനെ മുകളിൽ എന്താ കയറിയിരിക്കണേ? ഞാൻ താഴെ നിൽക്കുന്ന മച്ചാൻ എന്തിനു മുകളിലിരിക്കണേ? എന്തിനെന്ന് മച്ചാനും അറിഞ്ഞൂടാ. ഓടിയോ മച്ചാനെ, കാണിച്ചിട്ട് പോ. മച്ചാനെ തള്ളിയിട്ടാൽ അയ്യോ, ഞാൻ തന്നെ തള്ളിപ്പോ. അയ്യോ മച്ചാൻ, ഇതെന്തൊക്കെയെന്ന് പറഞ്ഞുതരും അവിടെ നിൽക്കാതെ. ഞാൻ വീഡിയോ പിടിക്കുകയാണെന്ന് മച്ചാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മച്ചാൻ ഓർമ്മയില്ല എന്തോ. എന്തായാലും ഇതാണ് ഡ്രോണിൽ കാണിച്ചു തരേണ്ടത്. കൊള്ളാമല്ലേ? വലിയ ഏരിയ ആണ്. ഗ്യാങ് ഹൗസിന് പറ്റിയ ഏരിയ തന്നെയാണ് എടുത്തത്. ഇതിവിടെ എന്താണ്? കാർ ഷെഡാണോ? എനിക്ക് തോന്നുന്നു ഇവിടെ കാറ് അല്ലെ ബസ് വെക്കാൻ പറ്റത്തില്ല. ഗ്യാങ് പോർച്ച് മനസ്സിലായില്ല. മീൻസ്
മനസ്സിലായില്ല മച്ചാനെ, മുദ്രാക്ഷം കൂടെ പറഞ്ഞൊരു. പോർച്ചെന്നല്ലേ ഉദ്ദേശിച്ചത്? ഗാങ് ഷെഡ്, ഓക്കെ. അങ്ങനെ വെച്ചാൽ ഗാങ് പുറത്തുനിന്നാണ്, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു അല്ലേ? പുറത്തുനിന്ന് സ്പെല്ലിംഗ് വേറെ എന്തെങ്കിലല്ലേ, അതാണ്. പിന്നെ അതാണ് ചില്ലിങ് ഏരിയ. നമ്മളൊക്കെ അവിടെ സ്റ്റാഫിന് വേണ്ടി വെച്ച പോലെ വേറൊരു ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടെ ഓർഡർ നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, നമുക്ക് രാത്രിയൊക്കെ ഇവിടെ വന്ന് ചില്ല് ചെയ്യാനുള്ള നല്ലൊരു ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ മഴ തന്നെയല്ലോ. മുകളിൽ സെറ്റ് ചെയ്യിക്കുന്ന ഒരാവശ്യം ഉണ്ടായിരുന്നു, ഒരു ഫാൻസി ഡെക്കറേഷൻ. എന്തായാലും കൊള്ളാം ഗൈസ്. കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സീറ്റിങ്ങും മറ്റെന്ത് സാധനമാണ് ഈ മനസ്സിലായില്ല. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബസ് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയാണ് ഇവിടെ കാണാനുള്ളത്. പക്ഷെ മറ്റേ ബർഗറിൻ്റെ ഇതുവരെ കാണിച്ചില്ലല്ലോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. കയറി. നല്ല വ്യൂ അല്ലേ, കടൽ, കാറ്റ്, അടിപൊളി. നല്ല രസമുണ്ട് ഇവിടെ, വൈബുള്ള ഏരിയ. KGFC, KGFC മച്ചേനെ KGF ആയിട്ട് ഇൻസ്പയർ ആയതായിട്ടാണ് ഗാങ് ഹൗസ് വെച്ചെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. ഇതെവിടെ ഇവിടെ ഹോട്ടലാണ് നോക്കാം, നമുക്ക് അകത്ത് പോയി. ഇതിൻ്റെ അകത്ത് എന്തോന്നാണ് മച്ചാ, എന്ത് കാണുമ്പോൾ കാൽ തുടക്കാൻ നിൽക്കുന്ന പോലെ ഉണ്ട്. ചാടിക്കയറണം. ഞാൻ കയറിയല്ലോ. ചാൻ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ എന്താണ് പറയൂ, ഹോട്ടലായിരിക്കും. ഇവിടെ ഡോറൊന്നും തുറക്കാൻ പറ്റില്ല, ചുമ്മാ വെച്ചിരിക്കണാണ്. നമ്മളവിടെ ഉള്ള സാധനം, സെയിം സാധനം. ഇതിൽ കാർ പോർച്ച് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഗാങ് വർക്ക്ഷോപ്പ് ആൻഡ് വെയർ ഹൗസ്, ഓക്കെ ഓക്കെ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സംഭവമാണ്. പിന്നെ ഇത് ബസ്സാണ്, നിങ്ങൾക്കറിയാമല്ലോ. എന്തോന്ന്, ബട്ട് ബസ്സിൽ പൊളിയാണ് കേട്ടോ. ബസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബസ്സിൻ്റെ ഫ്രണ്ടൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ സൈഡ് അത്യാവശ്യം കൊള്ളാം, എനിക്ക് അവരോട് ഇഷ്ടപ്പെട്ടു. കളർ കോമ്പിനേഷൻ കൊള്ളാം, തീരെ അലമ്പായിട്ടില്ല, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് ഇതാണ്, അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. RB എന്നൊക്കെ വലിച്ച് നീട്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ എഴുതിയിരിക്കുന്നത് വലുതാൻ ഓറ മേക്ക് സെൻസ്. മനസ്സിലായില്ല, അർത്ഥം മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അർത്ഥം മനസ്സിലായില്ല തമ്പി. ഓക്കെ, എനിക്ക് സൈഡിലുള്ള ഈ ബോക്സ് കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബോക്സ് പോലെ നല്ല രസമുണ്ട്. അപ്പം നമുക്ക് അകത്ത് കയറിയാലോ. അകത്ത് കയറാൻ പറ്റൂലേ? നമുക്ക് ബസ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. അപ്പം ഇതാണ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ. മച്ചാനെ മാറൂ, എനിക്ക് ബസ് ഓടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മച്ചാൻ എന്താ പറയണം, മതിയോ? കാണിച്ചാൽ മതിയെന്ന്. ഓക്കെ, മതിയെങ്കിൽ മതി. നമുക്ക് ബർഗർ ഷോപ്പ് കാണിച്ചില്ലല്ലേ? നമുക്ക് പിന്നെ ഏതെങ്കിലും വീഡിയോ കാണിക്കാം. ഇത് തന്നെ ഭയങ്കര നീളമുള്ള ഒരു വലിയ വീഡിയോ ആയിപ്പോയി ഗൈസ്. നമുക്ക് ചെറിയ വീഡിയോ ചെയ്യണം. ഞാൻ പോട്ടെ. പോട്ടെ, വീട്ടിൽ കൊണ്ടുപോ. എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാലല്ലേ എൻ്റെ കാറിനെ അവിടെ കൊണ്ട് ഇട്ടേക്കണം മച്ചാനെ. ഞാൻ പിന്നെ ബസ്സിൽ കയറാൻ തന്നെയാണ്, ഞാൻ ബസ്സും കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ ബസ്സിൽ കയറിയത്. എന്നെ വീട്ടിൽ കൊണ്ട് വിടണം. എന്നിട്ടേക്ക് മച്ചാൻ നമ്മളെ വീട്ടിൽ കൊണ്ട് വിടും തോന്നുന്നു. നമുക്ക് വീട്ടിൽ പോകണം. ബസ്സിൻ്റെ അകത്ത് കയറാം. എനിക്ക് വഴി അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒട്ടിച്ചാൽ മതിയായിരുന്നു. എന്നാലും നമുക്ക് ബാക്കിലിരിക്കാം. ഇനി നമുക്ക് കാണാം ഗൈസ്, വണ്ടി എങ്ങനെയൊക്കെയാണ് പോണേന്ന്. വണ്ടി ഒന്ന് കുടുങ്ങിയ ഇല്ലേ? കുടുങ്ങി. അതൊക്കെ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് റോഡാക്കേണ്ടായിരുന്നു. കുറച്ചും കൂടെ നല്ല വഴി വേണമായിരുന്നു. അവിടത്തേക്കും സ്ഥലം കൊള്ളാം. അവിടെ കുറച്ചും കൂടെ ടൈൽസൊക്കെ ഇട്ട് വെച്ചേക്കും കൊള്ളാമായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളെ ബർഗർ ഹോട്ടൽ. അച്ഛനെ മറന്നു പോയെന്തോന്ന് കാണിക്കാൻ. അച്ഛന് ഗാങ് ഹൗസ് കാണിക്കുന്നതാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ ഹോട്ടൽ കാണിക്കാത്തതാണോ എന്തോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി വീട്ടിലോട്ടല്ല, എൻ്റെ റോൾസ് റോയ്സ് വരെ എത്തണം. എവിടെ കിടക്കണം എന്ന് അറിഞ്ഞൂടാ. ഞാൻ വണ്ടി ലോക്ക് ചെയ്തില്ല, ആരെങ്കിലും എടുത്തു വന്നു.
വണ്ടി അവിടെ ഇല്ലല്ലോ, വേറെ എവിടെയാണെന്ന് തോന്നുന്നു. എനിക്കാണ് ആരോ എടുത്ത്. ബ്രോ ആയിട്ട് ഞാൻ ഓട്ടിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു കാറ് കിടക്കുന്നത് കേട്ടോ ഗൈസ്. നമുക്ക് കാർ ഓട്ടിക്ക് ഇറങ്ങി. അയ്യോ മച്ചാൻ ഓടണം, മച്ചാനെ നിക്ക്. അയ്യോ മച്ചാനെ നില്ല്, ഞാൻ എത്തിയില്ല മച്ചാനെ. എനിക്കാണ് കാർ ഇവിടെ അടുത്താണ്, നമുക്ക് ഓടിപ്പോവാം. മച്ചാൻ കണ്ടില്ല കേട്ടോ, അല്ലെങ്കിൽ മച്ചാൻ നിർത്തുമായിരുന്നു. ബ്രോ എന്ത് കാണിക്കുന്ന മച്ചാനെ, നിക്ക്, ഞാൻ എത്താം. അയ്യോ ഞാൻ ഓടിത്തളർന്നു. രക്ഷപ്പെട്ടു, വണ്ടി ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ബസ് അവിടെ ഒതുക്കി. മച്ചാൻ അറിഞ്ഞാന്തോ ഞാൻ ഇറങ്ങിപ്പോയത്. ഇതേത് കാറ്? ഒരു പച്ച കാറ്. ഇയാളാണെന്ന് തോന്നുന്നു എൻ്റെ ഈ കാർ ഇങ്ങെത്തിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കാർ ഇങ്ങെത്തിയില്ലല്ലോ. വണ്ടി ലോക്ക് ചെയ്യണമായിരുന്നു, മറന്നു. ഓക്കെ, ഇപ്പം നമുക്ക് വീഡിയോ നടത്താം. താങ്ക്സ് ബ്രോ. പക്ഷേ ഒരു മിനിറ്റേ, ഒരു പണിയുണ്ട്. നമുക്ക് ബസ്സിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. വേറെ അടുത്ത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയാം. നമുക്ക് ബസ്സൊന്ന് തിരിച്ചിടാം, എന്നാലേ രസമുള്ളൂ കാണാൻ. എന്തായാലും ബസ്സൊന്ന് ഓടിച്ച് നോക്കാമല്ലോ ആ പേരും പറഞ്ഞു. RBA കൊള്ളാമല്ലേ? ഞാൻ ഇതുവരെ ബസ് അങ്ങനെ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ അത്രയും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. സൂക്ഷിച്ചോട്ടിച്ചില്ലെങ്കിൽ പണി പാളും. ഇങ്ങനെ നോക്കിയാലേ ഓട്ടിക്കുമ്പോൾ ഭയങ്കര പാടാണ്, പക്ഷെ രസമുണ്ട് ഓട്ടിക്കാൻ. സൈഡിലുള്ള ഗ്രാഫിക്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഗ്രാഫിക്സ് എല്ലാം കാണിക്കാൻ പാടാണ് ഫോട്ടോയിൽ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഒതുക്കാം. മച്ചാൻ ഇറങ്ങി പോകാതിരുന്നാൽ മതി. കുറച്ചേരം വെയിറ്റ് ചെയ്യൂ മച്ചാനെ. എത്ര ഓട്ടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് പാടുപെടണമെന്നുണ്ട്. പാടുപെടണം. ഇവിടെ ഒതുക്കാം. ഓക്കെ, നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ശരിയാവും, നമുക്ക് നോക്കി നോക്കാം. ഈ പോർഷ് ആരിവിടെ കൊണ്ടിട്ട? ഈ വണ്ടിയും കൂടെ നമുക്കൊന്ന് തിരിച്ചിട്ടാലേ. വണ്ടി അൺലോക്ക് ചെയ്യും മച്ചാനെ. അപ്പോൾ ഈ ബ്രോയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ബ്രോ വണ്ടി മാറ്റൂ, ഒരു ഫോട്ടോ എടുക്കണം. മച്ചാൻ മാറ്റി തരുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. മച്ചാനും രണ്ട് മച്ചാന്മാരും കൂടെ ഭയങ്കര സംസാരമാണല്ലോ. എന്തിനാണ് എൻ്റെ കാറും എല്ലാം മോഷ്ടിക്കുകയാണ്? ചുമ്മാ എൻ്റെ കാർ ഇങ്ങോരെ കൊണ്ടുവന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നണില്ല മച്ചാൻ കാറ് മാറ്റുമെന്ന്. നമുക്ക് ഒരു ഫോട്ടോ ഇവിടെ വെച്ച് എടുത്തു വെക്കാം. കുറെ കാറിങ് മാത്രം വെച്ച് എടുത്തു വെക്കാം. കുഴപ്പമില്ല, പക്ഷെ നമ്മളെ ബസ് അത്ര കാണാൻ പറ്റണില്ല. ബസ് കുറച്ചും കൂടെ സൈഡിലാക്കായിരുന്നല്ലേ, അല്ലെങ്കിൽ കാറ് കുറച്ചും കൂടെ സൈഡിലാക്കാം. നമുക്ക് കാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ കാർ എടുക്കാനല്ലേ പറ്റി, വേറെ വഴിയില്ല ഗൈസ്. വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് ഇടാം, ഇവിടെ ഇടാം. ഇപ്പം ബസ് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, വണ്ടി ഇവിടെ കിടക്കട്ടെ. വണ്ടി ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോട്ടോ എടുത്ത് നോക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഏട്ടാ. ബ്ലൂം ഓൺ ആണെന്ന് തോന്നുന്നു ഏട്ടാ. ഞാൻ ബ്ലൂം ഒന്ന് ഓഫ് ആക്കട്ടെ. ഷോ മിറർ. ഓക്കെ, അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഫോട്ടോ എടുക്കാം. ഡ്രോൺ എടുപ്പ്. ഡ്രോൺ ശരിയാവണില്ലേ? ഇങ്ങനെ മതിയല്ലേ? ഓക്കെ ഓക്കെ, ഇങ്ങനെ നിൽക്കാം. ക്ലിക്ക്. ബസ്സിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ക്ലിക്ക്. പോർഷ കിടക്കണാണ് കുറച്ച് ബോറായിപ്പോയി. അത് ഈ സൈഡും കൂടെ തിരിഞ്ഞെന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പം എന്തായാലും കുഴപ്പമില്ല. പോർഷ അത്യാവശ്യം കൊള്ളാമല്ലോ വണ്ടി. രസമുണ്ട് വണ്ടിയുടെ കളർ. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാണ് സംസാരിക്കുന്നത്? അച്ഛൻ എന്തേന്ന് പറയൂ. ഒന്നും പറയാൻ തരൂല്ലല്ലേ, എനിക്ക് തോന്നിയപ്പോഴേ. മച്ചാൻ ഞാൻ
ഞാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ വീഡിയോ നിർത്തുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.